ഗുഡ് മോർണിംഗ്. വീണ്ടും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവോട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ സ്നേഹം എന്നിലേക്ക് പകരപ്പെട്ടിരിക്കുന്നത് അങ്ങയിൽ കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾനെസ് അനുഭവിക്കാൻ എന്നെ സഹായിക്കണം. ആ ദൈവ സ്നേഹത്തിൽ എന്നെ നിറയ്ക്കണം. അപ്പോൾ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. ദൈവം, കർത്താവ്, അല്ലെങ്കിൽ പിതാവ്, യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ് ഒക്കെ എന്നെ എത്രയധികം സ്നേഹിക്കുന്നു. യേശുക്രിസ്തു എന്നെ എത്രയധികം സ്നേഹിച്ചു, പിതാവ് എന്നെ എത്രയധികം സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് തരുമ്പം നമ്മുടെ ഉള്ളിൽ തിരിച്ച് ദൈവത്തോടുള്ള അല്ലെങ്കിൽ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് നിറയും. പിന്നെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് ആ കർത്താവിനുള്ള സ്നേഹത്തിലാണ്. നമ്മൾ പല പാപപ്രവൃത്തികളും പാപ സ്വഭാവങ്ങളും നമ്മുടെ പല ഇഷ്ടങ്ങളും നമ്മൾ വേണമെന്ന് വെക്കുന്നത് കർത്താവിനുള്ള സ്നേഹത്തില്ല, ഭയത്തിലല്ല. ഞാൻ ആദ്യമൊക്കെ പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചത് ഭയം കിട്ടും, ശിക്ഷ കിട്ടും, നരകത്തിൽ പോകും, ദൈവകോപം വരും. പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞ് അന്ന് ഞാനൊരു ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ എനിക്കാരും പറഞ്ഞു തന്നില്ല. കാരണം പഴയ നിയമം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന മുഴുവൻ. അതിനുശേഷം കർത്താവിലേക്ക് തിരിഞ്ഞ് പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ ഒരു തിരിച്ചറിവ് വന്നപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കർത്താവിനുള്ള സ്നേഹം വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഇതേ പ്രവർത്തികൾ ഒഴിഞ്ഞു നിൽക്കുന്നതിൻ്റെ അതിൻ്റെ പിന്നിലുള്ള എൻ്റെ ആ ഒരു ചേതോവികാരം അല്ലെങ്കിൽ എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്, ഞാൻ ഇങ്ങനെ ചെയ്താൽ എൻ്റെ കർത്താവിനെ ഞാൻ വേദനിപ്പിക്കും, കർത്താവിനത് സങ്കടമാവും. അപ്പോൾ പിന്നീടും തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ല, പക്ഷെ തെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ വേദന വരാം. ആദ്യമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഭയം വരിക, ശിക്ഷ കിട്ടും എന്നും. എന്നാൽ പിന്നീട് അത് മാറിയിട്ട് നമ്മൾ അതേ കാര്യം ചെയ്യുമ്പം അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വേദനിക്കുന്ന നമുക്കറിയാൻ പറ്റും. അപ്പം നമുക്കും വേദന വരും. അയ്യോ, ഞാൻ ഇത്രയും നാളായിട്ടും എനിക്കതിൽ നിന്ന് മാറ്റം വന്നില്ലോ, ഞാൻ പിന്നെയും കർത്താവിനെ വേദനിപ്പിക്കണം. കാരണം കർത്താവിന് സ്നേഹം എനിക്ക് പിടികിട്ടി. ഞാൻ ചെയ്യട്ടെ, നമ്മളൊരാളെ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളായിട്ട് എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളവരെ സ്നേഹിക്കുന്നതും നമ്മൾ അറിയുന്നതും അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുന്നതും എങ്ങനെയാണ്? ഒന്ന്, നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കും അവരെ വേദനിപ്പിക്കാതിരിക്കും, അല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ, പ്രത്യേകിച്ച് പ്രേമിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, ആദ്യ സമയങ്ങളിൽ പ്രേമിച്ച് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ കുറേ വ്യത്യാസമൊക്കെ വരും, പിന്നെ സ്വന്തമായി. അല്ലാതെ നമ്മൾ ഹൃദയത്തിൽ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ഒരു പാർട്ണറെ, സൗന്ദര്യത്തിലാട്ടെ സ്വഭാവത്തിലാട്ടെ എല്ലാ സൽഗുണങ്ങളുള്ള ഒരാളെ കിട്ടി നമ്മുടെ എക്സ്പെക്റ്റേഷനപ്പുറമായിട്ട്, എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും യോഗ്യതയില്ലാത്ത ഒരു ആളിനെ നമുക്ക് ഇഷ്ടപ്പെടാൻ കിട്ടി, അവർക്ക് നമ്മളെ ഇഷ്ടം. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരെ വേദനിപ്പിക്കാതിരിക്കാൻ, അവരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ, അവരെ വെറുപ്പിക്കാതിരിക്കാൻ, അല്ലേ? വളരെ ശ്രദ്ധയോടായിരിക്കും നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിച്ചു പോയി. നമ്മൾ വേറെ ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. രണ്ടാമത്, നമുക്കെപ്പോഴും അവരുടെ ആ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫെലോഷിപ്പ്, ഇല്ലേ, ആഗ്രഹിക്കുന്നത്. അതിനിടയ്ക്കോട്ട് ആരും വരുന്ന പോലും നമുക്ക് ഇഷ്ടമല്ല. എത്ര സമയം രാത്രി മുഴുവൻ, ചിലരെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, രാത്രി മുഴുവൻ ഞങ്ങൾ പരിചയപ്പെട്ടു, ഞങ്ങൾ പെട്ടെന്ന് ഫെല്ലിലാവും, ഞങ്ങൾ രാത്രി മുഴുവൻ ഫോൺ ചെയ്ത് രാവിലെ ആയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. എന്തുകൊണ്ടാണ്? അതുപോലെ ഇഷ്ടമാണ്. അതേസമയം ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിലോ നമ്മളില്ലാത്ത തിരക്ക് പറയും. ഒന്നീ പറയും എനിക്കൊരു കോൾ കിട്ടുന്നു, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ചിലപ്പോൾ കോട്ടുമായിട്ട് ഇഷ്ടമില്ലാത്തതല്ല, അങ്ങനെ ചില സമയത്ത് അങ്ങനെ ഒരു ശീലമായി പോയി. പലപ്പോഴും അത് ദോഷം ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ സാമീപ്യം, അവരെ നമ്മൾ വേദനിപ്പിക്കാൻ നോക്കും. ഒന്ന്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കും, ചെയ്യും. രണ്ട്, എപ്പോഴും അവരുടെ കൂട്ടായ്മ നമ്മൾ ആഗ്രഹിക്കും. പിന്നെ അവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. അവർക്ക് എങ്ങനെ അവർക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നോ നമ്മുടെ ആഗ്രഹം. അവർ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കും, അവരെ സെർവ് ചെയ്യും, അവരെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഈ ലോകത്തിലെ അവസ്ഥ പല നമുക്കറിയാം, യുവാക്കന്മാരെ കാണാം, അല്ലെങ്കിൽ പെൺകുട്ടികളെ കാണാം, അപ്പനും അമ്മയും ജീവന് തുല്യം സ്നേഹിച്ച് അതുപോലെ വളർത്തിക്കൊണ്ട് വരുന്ന പെൺകുട്ടികൾ ചിലപ്പം ഒരു യുവാവുമായിട്ട് പരിചയമായി കഴിയുമ്പോൾ ഇത്രയും നാൾ സ്നേഹിച്ച് അപ്പനെയും അമ്മയും വിട്ടിട്ട് ആ യുവാവിൻ്റെ കൂടെ ഇറങ്ങിപ്പോകും. കാരണം അതുപോലെ ഇഷ്ടമായി, യുവാവിനെ അതുപോലെ ഇഷ്ടമായി. അപ്പം അദ്ദേഹത്തിന് വേദനിപ്പിക്കും. അദ്ദേഹം പറഞ്ഞു, നീ എന്നോട് പോയിരിക്കാൻ പറ്റത്തില്ല. അപ്പനും അമ്മ വേദനിക്കുമെന്നറിയാം, പക്ഷേ അതിനേക്കാൾ എനിക്ക് താല്പര്യം അങ്ങയുടെ കൂടെ ജീവിക്കുന്നു.
ഇതാണ് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം. കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഇതിലൊട്ടും കുറഞ്ഞല്ല കേട്ടോ. അതെന്താ, നമ്മൾ ലോകത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഏത് ഭർത്താവാണ് ആഗ്രഹിക്കാത്ത ഭാര്യയുടെ ഫുൾ അറ്റൻഷൻ, അല്ലെങ്കിൽ ഫുൾ ഒരു ഒബീഡിയൻസ്, അല്ലെങ്കിൽ ഒരു കെയർ? ഏത് ഭർത്താവ് ആഗ്രഹിക്കാത്തത്? അതോ പറയുമോ കുഴപ്പമില്ല, എന്നെ സ്നേഹിച്ചാൽ മതി, അതുപോലെ തന്നെ നീ അപ്പുറത്തെ എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അയൽക്കകത്തുള്ള ജോണിക്കുട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും കൂടെ സെർവ് ചെയ്യുമെന്ന് പറയുമോ? നമ്മൾ പറയത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ പൊസസീവ് ആ കാര്യത്തിൽ. കർത്താവ് ഈ ഒരു കാര്യത്തിൽ വളരെ പൊസസീവാണ്. നമ്മുടെ സ്നേഹം, നമ്മുടെ ഫസ്റ്റ് ലവ്, അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി. അപ്പം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എന്തോ ചില കാര്യങ്ങൾ ചെയ്ത്, നമ്മൾ ഡിറ്റാനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഡിറ്റയുടെ അറ്റൻഷൻ മാറിപ്പോകണമെങ്കിൽ എനിക്കത് പെട്ടെന്ന് പിടികിട്ടും. അത് ആ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സെർവൻറ്റിനെ വെച്ചാൽ ഇല്ലേ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നതല്ല. ആ ഫുൾ ഡെഡിക്കേഷനോടുകൂടി, സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി. ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ പെറുപുറത്ത് പരാതിപ്പെട്ടുകൊണ്ട് എനിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് സന്തോഷമുണ്ട്? ഒരിക്കലുമില്ല. വളരെ സന്തോഷത്തോടുകൂടി, വളരെ എന്താ പറയുക, സംതൃപ്തിയോടുകൂടി. എൻ്റെ ഭർത്താവിന് ഇതാ ഇഷ്ടം, നല്ലൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇതാ എൻ്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്, അതിനുവേണ്ടി ഞാൻ പെയിൻ എടുക്കും. എനിക്ക് പ്രശ്നമില്ല, സാരമില്ല. കാരണം അതിനേക്കാൾ ഉപരിയാണ് എൻ്റെ സ്നേഹം, അദ്ദേഹത്തുള്ള സ്നേഹം. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി. ഇങ്ങനെയാണോ നമുക്ക് കർത്താവിനോട് സ്നേഹം? ചിന്തിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.